ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ 2025-26 കഴിഞ്ഞ വർഷം നടന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ടേം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ 2025 ഇറങ്ങിയ SCERTൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് പ്രവർത്തനത്തിലേക്ക് പോവാം. പ്രവർത്തനം 1, വരയ്ക്കാം, നിറം നൽകാം. അപ്പോൾ ഇവിടെ മക്കളൊരു ഷേപ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു? നമുക്ക് ഷേപ്സിൻ്റെ ചാപ്റ്റർ ആയിരുന്നു അല്ലേ. സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തം, ചതുരം, റെക്റ്റാങ്കിൾ, സ്ക്വയർ ഒക്കെ പഠിച്ചതല്ലേ എല്ലാവരും. അപ്പോൾ ഇവിടെ എന്താണ്? ആദ്യം തന്നെ റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ നേരെ എന്താ കൊടുത്തത്? റെഡ് കളർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ചുവപ്പ് കളറാണ് കൊടുക്കേണ്ടത്. ട്രയാങ്കിളിൻ്റെ നേരെ എന്താ എഴുതിയത്? മഞ്ഞ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ത്രികോണം അല്ലേ. 3 വശങ്ങൾ ചേർത്തതാണ് ത്രികോണം. ഇംഗ്ലീഷിൽ ട്രൈ ആംഗിൾ എന്ന് പറയുന്നു. അടുത്ത എന്താണ് മക്കളെ? സർക്കിളാണ്. സർക്കിൾ അഥവാ വൃത്തം അല്ലേ, വട്ടമാണ്. എന്ത് കളറാണ്? ബ്ലൂ കളറാണ് കൊടുക്കാൻ പറഞ്ഞത്, നീല. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ വിട്ടിട്ടുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളാണ് വിട്ടത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് അല്ലേ. മുകളിലൊരു റെക്റ്റാങ്കിൾ വിട്ടിട്ടുണ്ട് അല്ലേ. താഴെ അതേപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ വിട്ടുപോയിട്ടുണ്ട്. വീണ്ടും ഒരു റെക്റ്റാങ്കിൾ, നടുവിലൊരു ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിൻ്റെ ഷേപ്സ് നമ്മൾ ആ ഡോട്ട് ഇട്ട് കൊടുത്തതാണ്. അത് നമുക്ക് വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കത് വരച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേര് വരയ്ക്കാം, നിറം നൽകാം. ലെറ്റ്സ് ഡ്രോ ആൻഡ് കളർ എന്ന് കൊടുത്ത് കളർ ആൻഡ് ഡ്രോ വരയ്ക്കുകയും ചെയ്യണം. നമ്മൾ ഓരോ ഷേപ്സിനും കളർ കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്കത് വരച്ച് ചേർത്ത് കൊടുക്കാം. ചുറ്റും എന്താണ്? റെക്റ്റാങ്കിൾ ഉള്ളത് കണ്ടില്ലേ. അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കാം. ഇതുപോലെ റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു കൊടുക്കുക. ഏത് നിറമായിരുന്നു റെക്റ്റാങ്കിളിന്? ചുവപ്പ് എന്ന് അവിടെ എഴുതിയ കാണാം. റെഡ് കളറാണ് റെക്റ്റാങ്കിളിന് കൊടുക്കേണ്ടത്. പിന്നെ എന്താണ് വേണ്ടത്? അവിടെ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും, ത്രികോണവും റെക്റ്റാങ്കിളും അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാം? ഡോട്ട് ഇട്ടിട്ട് ചെയ്തു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ റെക്റ്റാങ്കിളും ട്രയാങ്കിളും, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ദീർഘചതുരമാണ്, ട്രയാങ്കിൾ ത്രികോണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. എണ്ണി എഴുതാം. ലെറ്റ്സ് കൗണ്ട് ആണ്. ലെറ്റ്സ് കൗണ്ട്. അവിടെ എന്താണ്? കുറച്ച് പൂക്കൾ കൊടുത്തിട്ടുണ്ട്. മുല്ല, ജാസ്മിൻ ഉണ്ട്, ഹിബിസ്കസ് ചെമ്പരത്തി ഉണ്ട്, റോസ് ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ് മക്കളെ? മുല്ല, ചെമ്പരത്തി, റോസാപ്പൂ. മനസ്സിലായല്ലോ. ഇനി അതൊക്കെ എത്രയുണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് എഴുതി കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് ജാസ്മിന് നോക്കാം. മുല്ല എത്ര ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ജാസ്മിന് അവിടെ ഒന്ന് മക്കൾ കൗണ്ട് ചെയ്ത് നോക്കേ. 1 2 3 4 5 6 6 എണ്ണം ഉണ്ട് കേട്ടോ. 6 ആണ്. 6. അപ്പോൾ നമുക്ക് മുല്ല എന്നുള്ളിടത്തിൽ 6 എഴുതി കൊടുക്കാം. രണ്ടാമത്തെ എന്താണ്? ചെമ്പരത്തി അല്ലേ. ഹിബിസ്കസ് എന്ന് പറയും. ഹിബിസ്കസ് എത്ര എണ്ണം ഉണ്ട് ആ പ്ലേറ്റിൽ നോക്കാം. 1 2 3 4. there are 4 നമ്പർ ഉണ്ട് അല്ലേ. 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ചെമ്പരത്തി അഥവാ ഹിബിസ്കസ് എന്ന കോളത്തിൽ 4 എന്ന് എഴുതി കൊടുക്കാം. അടുത്ത എന്താണ്? റോസാണ് കേട്ടോ. റോസ് നമുക്ക് ഇതേപോലെ തന്നെ നോക്കി നോക്കാം. എത്ര റോസാപ്പൂ ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ. there are 3 roses. അപ്പോൾ നമുക്ക് എന്താക്കാം? അവിടെ 3 എന്ന് എഴുതി കൊടുക്കാം. ഇനി ഇതോടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല. ഇനി എത്രയുണ്ടെന്നും അത് കുറവ് എത്രയാണെന്നും കൂടുതൽ എത്രയുണ്ടെന്നും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് എന്താണ്? കൂടുതൽ ഏത് എന്നാണ് കേട്ടോ. വിച്ച് വൺ ഈസ് മോർ, ഏതാണ് കൂടുതൽ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് കൂടുതൽ ഏത് എന്ന കോളം കാണുന്നില്ലേ. അപ്പോൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഏതാണ്? ജാസ്മിൻ അഥവാ മുല്ലയാണ് കൂടുതലുള്ളത്. എത്ര കൂടുതലുണ്ട്? അത് 6 ആണല്ലേ. അപ്പോൾ 6 അവിടെ എഴുതിയിട്ടുണ്ട്. കുറവ് ഏതാണെന്ന് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കണം. കുറവ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വിച്ച് വൺ ഇസ് ലെസ്, ഏറ്റവും കുറവ് ഏതായിരുന്നു? റോസ് ആണല്ലേ. റോസിന് 3 ഉള്ളൂ. അതുകൊണ്ട് റോസാണ് ചെറുത്. അതുകൊണ്ട് നമുക്ക് അവിടെ റോസ് എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ റോസ് എന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. എത്രയാണെന്നും 3 ആണെന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ഫസ്റ്റ് ഓരോ ഫ്ലവേഴ്സും കൗണ്ട് ചെയ്ത് എഴുതി. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഏത്? വിച്ച് വൺ ഇസ് മോർ, വിച്ച് വൺ ഇസ് ലെസ്, ഏതാണ് കൂടുതൽ ഏതാണ് കുറവ്, ഹൗ മച്ച് എത്രയാണ്, അതും കൂടി എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിറം നൽകാം, എഴുതാം എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ പേര്. അപ്പോൾ കളർ ചെയ്യണം. അപ്പോൾ ഓരോന്നും ഒരു ഒരു ചെമ്പരത്തി കോർത്തതുപോലെ കാണുന്നില്ലേ. ഹിബിസ്കസ് കോർത്തിട്ട പോലെ ഉണ്ട് അല്ലേ. 3 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. അതിനടിയിൽ എന്താ എഴുതിയത്? 2 ചുവപ്പ് 3 മഞ്ഞ എന്ന് പറഞ്ഞാൽ 2 റെഡും 3 യെല്ലോസും. അപ്പം 5 ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. 5 ഹിബിസ്കസ് ഉണ്ട് ടോട്ടൽ. അതിൽ 2 എണ്ണം നമ്മൾ റെഡ് കളർ കൊടുക്കണം, 3 എണ്ണത്തിന് യെല്ലോ കളർ കൊടുക്കണം. നമുക്ക് കൊടുത്തു നോക്കിയാലോ.
അപ്പോൾ 2 ഹിബിസ്കസിന് റെഡ് കളറാണ്, 2 ചുവപ്പ് നിറമുള്ള ചെമ്പരത്തിയും 3 മഞ്ഞ നിറമുള്ള 3 ഹിബിസ്കസിന് നമ്മൾ യെല്ലോ കളറാണ് കൊടുത്തത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കളറ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത എന്താണ്, 4 ചുവപ്പാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, 4 റെഡും 1 യെല്ലോയാണ്, ഒരു മഞ്ഞയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര ഹിബിസ്കസ് ഉണ്ട്? അവിടെയും 5 ഹിബിസ്കസ് ഉണ്ട്. അതിൽ 4 എണ്ണത്തിന് നമുക്ക് ചുവപ്പ് കൊടുക്കാം, 1 മഞ്ഞയും കൊടുത്തു നോക്കാം. ഇതുപോലെ കൊടുത്തു നോക്കാമല്ലോ. മനസ്സിലായല്ലോ. 4 റെഡ് കളറും 1 യെല്ലോ കളറുമാണ് ഉള്ളത്. ഇനി അടുത്ത ലൈനിൽ നോക്കാം. ഇതേപോലെ 5 ഹിബിസ്കസ് താഴെയുണ്ട്, 5 ചെമ്പരത്തി കൂടി ഉണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെ കൊടുക്കണം. പക്ഷെ അത് അവിടെ കൊടുത്തിട്ടില്ല, നമ്പർ കൊടുത്തിട്ടില്ല. ഡാഷ് ചുവപ്പ് ഡാഷ് മഞ്ഞ എന്ന് വെച്ചാൽ ഡാഷ് റെഡ് ഡാഷ് യെല്ലോ എന്നാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3ഉം 2ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 റെഡും 2 യെല്ലോയും കൊടുത്താലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. കളർ ചെയ്യാനാണ് വരിക. അപ്പോൾ ഇതേപോലെ നമ്പേഴ്സ് നമ്മൾ ടോട്ടൽ തന്നിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഇത്ര എണ്ണം റെഡ് ഇത്ര എണ്ണം യെല്ലോ എന്ന് പറഞ്ഞിട്ട് കളർ കൊടുക്കാനാണ് വന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രവർത്തനം 4 എണ്ണി എഴുതാം വരച്ച് ചേർക്കാം. പ്രവർത്തനം 4 എന്തായിരുന്നു? എണ്ണി എഴുതാം വരച്ച് ചേർക്കാം. ലെറ്റ്സ് കൗണ്ട് റൈറ്റ് ആൻഡ് ഡ്രോ എന്നാണ് കേട്ടോ. അപ്പോൾ കൗണ്ട് ചെയ്യാനുണ്ട്, എഴുതാനുണ്ട്, കൂടാതെ എന്താണ് വരച്ച് ചേർക്കാനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൗണ്ട് ചെയ്ത് എഴുതണം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിബിസ്കസ് ചെമ്പരത്തി ഇങ്ങനെ മാല പോലെ തൂക്കിയിട്ടേക്കുവാണ് അല്ലേ. 4 എണ്ണം 4 മാല പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഓരോന്നും എണ്ണി എഴുതണം. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്ന് കേട്ടോ. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മക്കൾ. അപ്പോൾ ആദ്യത്തേത് ഞാനിവിടെ കൗണ്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് 6. ഒന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 6. ദർ ആർ 6 ഹിബിസ്കസ് അല്ലേ, 6 ചെമ്പരത്തി ഉണ്ട്. രണ്ടാമത്തതും ഇതേപോലെ തന്നെ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ കൗണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 1 2 3 4 5 6 7. ദർ ആർ 6 ഹിബിസ്കസ്, 7 ചെമ്പരത്തി ഉണ്ട് കേട്ടോ. അടുത്ത് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇവിടെ എത്ര മക്കളെ ഉണ്ട്? 8 ചെമ്പരത്തി ഉണ്ട്. ഇതേപോലെ തന്നെ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 കിട്ടിയല്ലോ. അടുത്ത നമുക്ക് എണ്ണി നോക്കാം. അടുത്തത് എണ്ണി നോക്കുമ്പോൾ എന്താ, അതിൻ്റെ മുകളിൽ കുറേ ചെമ്പരത്തി ഇല്ല, പക്ഷെ അതിൻ്റെ നമ്പർ തന്നിട്ടുണ്ട് 9 ആണ്. അപ്പോൾ അവിടെ എത്ര ചെമ്പരത്തി ഉണ്ട് ഇപ്പോൾ എന്ന് എണ്ണി നോക്കാം. അപ്പോൾ അത് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ 5 ചെമ്പരത്തികളുണ്ട് അല്ലേ. ദർ ആർ 5 ഹിബിസ്കസ്, പക്ഷെ നമുക്ക് 9 വേണം. അപ്പോൾ എത്രയും കൂടി വേണം മക്കളെ? 5 വരെ എണ്ണി കഴിഞ്ഞു. ഇനി നമുക്ക് 9ൽ വേണമെങ്കിൽ എത്രയും കൂടി വേണം? 6 7 8 9. ദർ ആർ 4 ചെമ്പരത്തി കൂടി വേണം അല്ലേ, 4 ഹിബിസ്കസും കൂടി വേണം. എങ്കിൽ മാത്രമേ ടോട്ടൽ നമുക്ക് 9 കിട്ടുള്ളൂ. അപ്പോൾ 4 ചെമ്പരത്തി നമുക്ക് അവിടെ വരച്ചു കൊടുക്കാമല്ലോ. ഞാൻ 4 എണ്ണം അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ നന്നായിട്ട് വരയ്ക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ലാസ്റ്റ് ചോദ്യം നോക്കാം. പ്രവർത്തനം 5 എണ്ണാം കൂട്ടി എഴുതാം. ഇവിടെ എന്താണ്, മനിതക്ക് കിട്ടിയ പൂക്കളും കലാമിന് കിട്ടിയ പൂക്കളും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണക്ക് കൂട്ടി എഴുതണം. എത്ര അവർക്ക് കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഹൗ മച്ച് മനിത ഗോട്ട്, മനിതയ്ക്ക് എത്ര കിട്ടി, ആൻഡ് ഹൗ മച്ച് കലാം ഗോട്ട്, കലാമിന് എത്ര പൂക്കൾ കിട്ടി. അപ്പോൾ എല്ലാവർക്കും പൂക്കളാണ് കിട്ടിയത്. നമുക്ക് ആദ്യം ആരത് എടുക്കാം? മനിതയുടേത് എടുക്കാം. മനിതയ്ക്ക് ആ പ്ലേറ്റിൽ എന്തൊക്കെയാണുള്ളത് മക്കളെ? 5 ഹിബിസ്കസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, 5 ചെമ്പരത്തി കിട്ടിയിട്ടുണ്ട്, 3 മറ്റു തെച്ചിപ്പൂവ് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്, പിന്നെ വേറൊരു പൂവുണ്ട് അല്ലേ, അത് 1 കിട്ടിയിട്ടുള്ളൂ. അതേപോലെ കലാമിൻ്റെ കോളം നമുക്ക് നോക്കാം. കലാമിന് അവിടെ 2 ചെമ്പരത്തി 2 ഹിബിസ്കസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ചെറിയ പൂവ് എത്ര കിട്ടിയിട്ടുണ്ട്? 1 2 3 4 5 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ തെച്ചിപ്പൂ പോലത്തത് 1 2 3 4 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 2 ആൾക്കും കൂടി എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പൂവിൻ്റെ ചിത്രവും കണ്ടല്ലോ. ഒന്നാമത്തെ എന്താണ്? ഹിബിസ്കസ് ആണ് കേട്ടോ. അപ്പോൾ ഹിബിസ്കസ് എത്ര ഉണ്ട് നമുക്ക് നോക്കാം. മനിതയ്ക്ക് 5ഉം കലാമിന് 2 ആണ്. അവിടെ കാണിക്കുന്നുണ്ടല്ലോ 5ഉം 2ഉം. അപ്പോൾ 5 + 2 = 7. അപ്പോൾ ടോട്ടൽ അവർക്ക് എത്ര ചെമ്പരത്തിയാണ് കിട്ടിയത്? 7 ആണ്. അപ്പോൾ നമുക്ക് അവിടെ 7 എഴുതി കൊടുക്കാം. രണ്ടാമത്തെ പൂ നിങ്ങൾ കണ്ടില്ലേ, അത് നമുക്ക് മനിതയ്ക്കും കലാമിനും എത്ര കിട്ടിയെന്ന് നോക്കാം. ഇവിടെ മനിതയ്ക്ക് 3ഉം കലാമിന് 4 ആണ് കിട്ടിയത്. അപ്പോൾ 3 + 4 നമുക്കവിടെ 7 അല്ലേ. 3 + 4 = 7. മക്കൾ വിരലെടുത്ത് കൂട്ടി നോക്കുക. ലാസ്റ്റ് വൺ എന്തായിരുന്നു? ഒരു ചെറിയ പൂവ് കാണുന്നില്ലേ, ആ ചെറിയ പൂവ് 2 പേർക്കും എത്ര കിട്ടി എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് മനിതയ്ക്ക് എത്ര കിട്ടി നോക്കാം. മനിതയ്ക്ക് എത്ര കിട്ടി മക്കളെ? 1 ആണ് കിട്ടിയത്. ഹൗ മച്ച് മനിത ഗോട്ട്? ഓൺലി 1. ഒറ്റ 1 കിട്ടിയിട്ടുള്ളൂ. കലാമിന് എത്ര കിട്ടി നമുക്ക് നോക്കിയാലോ.
അപ്പോൾ അവിടെ കൗണ്ട് ചെയ്ത് നോക്കും മക്കളെ. 1 2 3 4 5. കലാമിന് ആ ചെറിയ പൂവ് 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ താഴെ എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. 5 എന്ന് എഴുതി. ആ പൂക്കളുടെ എണ്ണം എത്രയാണ്? 1 + 5. 5 + 1 എന്തായാലും എന്താണ്? 6 ആണ് മക്കളെ. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ വർഷത്തെ 2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഇത് മോഡലാക്കിയിട്ട് ചെയ്തു നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കീപ്പ് വാച്ചിങ്. താങ്ക് യു. നന്നായിട്ട് എക്സാം എഴുതാം.